അതിനകത്ത് എന്താ നടക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ സൗണ്ട് വെക്കാം, ആ ഊന്നൊക്കെ. ഇതിപ്പോ മറ്റേ യെസ്മിന്റെ ഷൂട്ടിംഗ് ആണോ അറിയില്ല. പുള്ളിക്കാരൻ്റെ ഒരു സാധനം പോലും പൊങ്ങില്ല, അയാൾ തളർന്നു കിടക്കണം. എനിക്കറിയാം അതൊക്കെ. ചാവ മോനെ അറിയാം ബിപിന് ഷുഗറിന് ഗുളിക കഴിക്കൂ, ചാവതിരിക്കാനല്ലേ കഴിക്കുക. പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് പോലീസുകാർ പറയുന്നത്. എന്താണ് നമ്മുടെ അഭിപ്രായം? പറ്റില്ല പറ്റില്ല പറ്റില്ല. സമാധി 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 പൊളിക്കുന്ന അവന്മാരെ കൊണ്ടുപോകാ, അതാണ് കാണേണ്ടത്. ഈ കൊച്ചായി ഞാൻ ആൻസർ സമാധി സമാധി സമാധി. താങ്കളുടെ അച്ഛനല്ലേ നെയ്യട്ടങ്ങര ഗോപാലൻ? അതെ, എന്റെ പിതാശ്രീയാണ്. താങ്കളുടെ അച്ഛൻ എങ്ങനെയാ മരണപ്പെട്ടത്? മരണമില്ല, സമാധി സമാധി സമാധി. എന്റെ അച്ഛൻ വന്നിട്ട് ആൾക്ക് പുള്ളിക്കാരന് ചെറിയൊരു തളർച്ചയുടെ അസുഖമുണ്ട്, അങ്ങനെ ഒന്നും പൊങ്ങില്ല. ഞങ്ങളൊക്കെ പൊക്കാനൊക്കെ സഹായിക്കാറില്ല. കഞ്ഞിയും ചക്കപ്പേരിയും വീട്ടിൽ കൂട്ടായി, ചക്കപ്പൂരി ഉപ്പേരി. അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുന്നത്. പിന്നെ ഷുഗറിന്റെയും ബിപിയുടെയും ഗുളികയും കഴിച്ചു. അതിന്റെ ഒപ്പം തന്നെ അച്ഛൻ നേരത്തെ ഇതുപോലെ ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ സമാധാനമാണെന്ന്. പക്ഷെ ഞങ്ങൾ കേട്ട് സമാധി എന്നാണ്. അപ്പൊ ഈ സംഭവം അച്ഛൻ ചക്കപ്പൂരും കഞ്ഞിയൊക്കെ കഴിച്ച ശേഷം അവരവിടെ പോയി ഇരുന്നു. അപ്പം വിളിക്കുന്നതാണ്. നമ്മൾ വിചാരിച്ചു സമാധി ഇപ്പോഴാകണമെന്ന്. അപ്പൊ നമ്മൾ നേരെ അങ്ങനെ ഒന്നും നോക്കിയില്ല, ഒരു സിമിന്റെ കിട്ട് അങ്ങനെ കെട്ടി അച്ഛനെ സമാധിയാക്കി. കാര്യം കൊണ്ട് നമ്മൾ പൊളിപ്പിക്കുകയില്ല. നാട്ടുകാർ പറയുന്നതൊക്കെ പൊളിക്കണമെന്നാണ്. പൊളിക്കാൻ സംഭവിക്കില്ല. പൊളിച്ചു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യത്തെ അപമാനിക്കുന്ന ഒരു രീതിയാവും. മനസ്സിലായില്ലേ? അപ്പൊ അത് പൊളിക്കുകയില്ല. ഇത് ഞങ്ങൾ തന്നെ ഒരു പൂജ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതുവരെ എന്റെ അച്ഛൻ സമാധി തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല.